everyone, welcome to my YouTube channel Living Simplified by Lakshmi. അപ്പോൾ എന്താണേലും ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നതൊക്കെ ഞാൻ എന്നോ സ്വപ്നം കണ്ടതാണ്, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ. സോ ഫൈനലി ഇറ്റ്സ് ഹിയർ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇനി കുറേ യാത്രകളും കഥകളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ പറയാൻ, ഇനി ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എനിവേ ആ ഒരു ജേർണി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ അടുത്ത് കാണുന്ന അല്ലെങ്കിൽ ഇവിടെ പേഴ്സണലി മീറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ല, ഇനിയൊരു നല്ല ഭാവി ഉണ്ടല്ലോ എന്നുള്ളത്. ഈ നല്ല ഭാവി എന്ന് അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ വർത്താനം പറയാനുള്ളൊരു കഴിവുണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് യൂട്യൂബ് ചാനലിലാണല്ലോ. അപ്പോൾ എല്ലാവരും ചോദിച്ച സ്ഥിതിക്ക് ഞാനും വിചാരിച്ചു വൈ നോട്ട്. എന്താണല്ലോ നമ്മൾ വീട്ടിൽ തന്നെയാണ്, നമ്മുടെ വീട്ടിലത്തെ കുറേ കാര്യങ്ങളും അതുപോലെ നമ്മൾ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറേ കാര്യങ്ങൾ ഒക്കെയാണല്ലോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ പറയുന്നത്. അത് മേ ബി ഞാനല്ലാണ്ട് വേറെ ഒരാൾക്കെങ്കിലും അത് ഇൻസ്പയർ ആവുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കാൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ല, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനലിലൂടെ തുടക്കമിടാം എന്നുള്ളത്. ഇന്ന് എനിക്കൊരു ഹാപ്പനിങ് ഡേ ആണ്. ഇന്ന് ഇവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരത്തെ ഒരു ഷൂട്ടുള്ളൂ. അത് ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു പാർക്കിലാണ്. ഹൈ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു പാർക്കാണ് എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാര്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. ഇവിടെ വന്നിട്ട് കാനഡയിൽ വന്നിട്ട് 3 വർഷത്തോളമായി നടന്നിട്ടില്ല. അതങ്ങനെയാണല്ലോ, നമ്മുടെ കാൽച്ചോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പലരും പറഞ്ഞു അറിഞ്ഞും പോയി കണ്ടും ഒക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യും. സോ കണ്ണുണ്ടായി പോരാ, കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞാനത് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഹൈ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ ചെറി ബ്ലോസം ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇന്നേ വരെ ചെറി ബ്ലോസം കണ്ടിട്ടില്ല. എല്ലാവരുടെ സോഷ്യൽ മീഡിയ പേജസിലും ഒക്കെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോയി ഷൂട്ടൊക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചു. ഞാനിത്ര പ്രൊഫഷണലി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ ക്യാപ്ചർ ചെയ്യുന്നത് പോരാണ്ട് കുറച്ച് ക്യാമറയിലും കൂടെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു വട്ടം എനിക്കുണ്ട്. അതിങ്ങനെ കുഞ്ഞു വീഡിയോസായിട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഷൂട്ടിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ വി ആർ ഗെറ്റിംഗ് റെഡി. എന്തായാലും ഈ ഒരു യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടുവാണ്. എൻ്റെ കൂടെ കൂടുക, നമുക്ക് അടിച്ച് പൊളിച്ച് പോയി തിരിച്ചു വരാം. ഓക്കെ.
അങ്ങനെ ഞാൻ പോവാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പാർക്കിംഗ് സെക്ഷനിൽ വന്ന് കാറൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. നല്ലൊരു വെതറാണ് ആക്ച്വലി. ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല. ഇന്നലെയാണ് ആക്ച്വലി ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ എന്തോ ചില കാരണങ്ങളെല്ലാം നടന്നില്ല. വെതറും അത്ര മോശമായിരുന്നു. ഇന്ന് പക്ഷെ നല്ല വെതറാണ് കേട്ടോ. ഇവിടെ കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം. ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. സോ സൗണ്ടൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല. എനിവേ നമുക്ക് പോയിട്ട് വരാം. യെസ്, അങ്ങനെ ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറി. ജാക്കറ്റൊക്കെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് കുഞ്ഞുമാവയുണ്ടായി, ഞാൻ ഡ്രസ്സ് മേടിച്ചതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അവിടെയും കൂടി പോകണം. അപ്പം ഞാൻ അതുകൊണ്ട് ആദ്യമേ എടുത്ത് വച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ യെസ്, നമ്മളപ്പോൾ യാത്രയൊക്കെ തുടങ്ങാൻ പോകണം. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കംഫർട്ടബിൾ ആക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഡ്രൈവ് ചെയ്യും എന്നുള്ളതാണ്. നാട്ടിൽ ആക്ച്വലി ഞാൻ ഡ്രൈവ് ചെയ്യാമായിരുന്നെങ്കിലും എനിക്കതിനുള്ള ആവശ്യം അധികം വന്നിട്ടില്ല. ഇവിടെ എപ്പോഴും അതിനുള്ള ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് ഇവിടെ. കാരണം ഇവിടെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ദൂരെയാണ്. നമ്മുടെ നാട്ടിൽ കൈ കാണിച്ച് ഓട്ടോ ചേട്ടന്മാർ ഒന്നും ഇവിടെ ഇല്ല. ഓട്ടോ ചേട്ടന്മാരെയൊക്കെ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. സോ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസും ഉണ്ട്. ബട്ട് അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഊബർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, പോപ്പർ റൈഡ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എനിവേ നമുക്ക് അതിലേക്കൊന്നും കൂടുതൽ കിടക്കണ്ട. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലും എനിക്കൊരു വലിയ കുപ്പി വെള്ളം വളരെ വളരെ അത്യാവശ്യമാണ്. സോ ഇന്നത്തെ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്പ്രിങ് ഒക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത്, അതായത് സൂര്യന് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമയമാണ്. അതിൻ്റേതായിട്ടുള്ള ജാടയും അഹങ്കാരവും ഒക്കെ പുള്ളിക്കുണ്ട്. സോ സൺഗ്ലാസ് ഇസ് എ മസ്റ്റ്. ഇതൊരു അലങ്കാരം മാത്രമല്ല, അത്യാവശ്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്താണല്ലോ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ജേർണി. അപ്പം ഞാനിങ്ങനെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തു. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. ഭാഗ്യത്തിന് കാർ അടുത്ത് തന്നെ ഇട്ടിരുന്നു. അങ്ങനെ ഞാൻ ഹൈ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. വെൽക്കം ടു ഹൈ പാർക്ക്. യെസ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല. ഈ ഹൈ പാർക്ക് ഇങ്ങനെ വിജിലിമ്പിച്ച് കിടക്കുന്നതുകൊണ്ട് ഇതിൽ ചെറി ബ്ലോസം എവിടെയാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള. സോ ഞാൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടു. എനിക്കത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റണില്ല. ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ചെറി ബ്ലോസം കണ്ടുപിടിച്ചിരിക്കുകയാണ്. യെസ്, ദ മച്ച് വെയിറ്റഡ് ചെറി ബ്ലോസം ഈസ് ഹിയർ. ഓ മൈ ഗോഡ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഗൂഗിളിലൊക്കെ പിക്ചേഴ്സൊക്കെ നോക്കില്ലേ, ഗൂഗിൾ ഇമേജസ് വാൾപേപ്പറൊക്കെ പോലെ അതുപോലെ ഉണ്ട് ശരിക്കും കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. ഓ മൈ ഗോഡ്.
അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ ഒരു 22 ആ ഒരു ഏപ്രിൽ ലാസ്റ്റ് മുതൽ ഒരു മെയ് ഒരു ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് യൂഷ്വലി ചെറി ബ്ലോസംസ് ഉണ്ടാവുക. വെതർ നല്ലതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി നമുക്കത് കാണാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മഴയോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ വീണ് പോകും. പക്ഷേ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അന്ന് പോയിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ, വർത്ത് വാച്ചിങ് ആണ് കേട്ടോ. ഒരുപാട് പാർക്കുകളിൽ ഇതുപോലെ ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ബാക്കിയുള്ള പാർക്കുകളെക്കാളും ഒരു ഇമ്പോർട്ടൻസ് ഈ ഹൈ പാർക്കുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഒത്തിരി ആളുകളായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും മനസ്സിലാവണേ. ഇതൊരു കുന്നുപോലെ ഒരു ഏരിയ ആണ് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ. അവിടെയാണ് ഈ ചെറി ബ്ലോസം ട്രീകളുള്ളത് കേട്ടോ. ഞാൻ ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് നിൽക്കണമെന്ന് കേട്ടോ. അതൊക്കെ ഉണ്ടോ ഇങ്ങനെ അടുത്തടുത്ത് ഒത്തിരി മരങ്ങൾ പിടിപ്പിച്ചുകൊണ്ട് തന്നെ ശരിക്കും അതിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഓരോ പൂവിനും ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടെ ഈ കുറേ സെക്യൂരിറ്റീസൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മരം ഇങ്ങനെ പിടിച്ച് കുലുക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് പെർമിഷനൊന്നുമില്ല. കാരണം ഇതല്ലെങ്കിൽ എല്ലാം കൂടി താഴത്തോട്ട് പോയി കഴിയുമ്പോൾ ഇതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ചിലർ ഈ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുമല്ലോ, നമ്മൾ മരത്തിലൊക്കെ പിടിച്ച് കുലുക്കില്ലേ, അതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇത് കുറച്ച് ആഴ്ചകൾ മാത്രമുള്ള അത്ഭുതമാണ്. അപ്പോൾ അത് നമ്മളായിട്ട് കളയാൻ പാടില്ലല്ലോ. ഇവിടെ ഒത്തിരി നടക്കാനുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒത്തിരി ട്രക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ഡേ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നെ പോലെ ഇതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവം തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മറ്റേ ഷൂട്ടിനുള്ള ആൾ കുറച്ച് വഴുതെറ്റി പോയി. അപ്പോൾ ഞാൻ വെച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഒരു ലൊക്കേഷനിൽ മീറ്റ് ചെയ്യാമെന്ന്. ഈ ചെറിയ പൂക്കളുടെ ഇടയിലുണ്ടായിരുന്ന ഷൂട്ടൊക്കെ ഏകദേശം
കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ പോസ്റ്റായി. കാരണം മറ്റേ വീഡിയോഗ്രാഫറുടെ വഴിയൊക്കെ തെറ്റിപ്പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പക്ഷെ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ശരിക്കും കാണാൻ പറ്റി. ചെറിയ പൂക്കൾ നല്ലപോലെ കാണാൻ പറ്റി. അങ്ങനെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. നമുക്കിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളില്ലാത്തൊരു സ്ഥലം നോക്കിയാണല്ലോ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ തപ്പിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ചെറിയ ക്ലാസ് കാണുകയും വേണം, വീഡിയോ എടുക്കണം. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഷൂട്ടിങ് കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ നല്ല വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് ഓർക്കണം. ഇന്ന് പിന്നെ വേറെ പരിപാടിക്കൊന്നും സമയം ഉണ്ടാവില്ല. ഇവിടെ ഫുൾ ചെളി പിടിച്ച് കിടക്കുകയാണ്. സോ അതിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. ദൈവമേ, ഇത് ഹൈ പാർക്കിന് ചുറ്റുമുള്ള കാഴ്ചകൾ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും. ഇത് ജസ്റ്റ് വിൻ്ററൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്പ്രിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ സീനുകളാണ്. പതുക്കതെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇതിനോടുകൂടി നമ്മൾ ഹൈ പാർക്കിനോടൊരു ബൈ ബൈ പറയുവാണ്. നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നല്ല വിശപ്പുണ്ട്. ഹലോ, അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ ഒരു ഷൂട്ടും അതുപോലെ ഒരു ചെറി ബ്ലോസം വിസിറ്റും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വിചാരിച്ചതിലും കുറച്ചധികം സമയം കൂടിപ്പോയി. കാരണം ആൾ വരാൻ ഒത്തിരി ലേറ്റായി. പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി നമുക്ക് എടുക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി. ഇപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ വീടിനടുത്തൊരു നല്ലൊരു ഷവർമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം പിന്നെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു. അവിടെ എനിക്ക് ഈ വലിയ ഷവർമയെക്കാട്ടിലും കുഞ്ഞ് ഈ പീറ്റർ പോക്കറ്റ്സിൽ കിട്ടുന്ന ഷവർമയുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഇപ്പോൾ വിശക്കുമ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഹെൽത്തി ഓപ്ഷൻസ് അധികം നോക്കിപ്പോയിട്ട് വലിയ കാര്യമൊന്നുമല്ല. അടുത്ത് ഉള്ള വിശപ്പടക്കാൻ പറ്റുന്ന എന്നാൽ കുഴപ്പമില്ലാത്ത ഭക്ഷണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഷോർട്ട് വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. Till then, this is Lakshmi signing off from Living Simplified.